ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ്. സിമ്പിളായിട്ട് തുടക്കക്കാർക്കും കൂടുതൽ സമയം ഇരുന്ന് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനും മടിയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനാണിത്. നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ക്ലോത്തിൽ ആദ്യം തന്നെ ഇതുപോലെ നെക്ക് വരച്ചെടുക്കണം. ഇതിൽ നമ്മൾ നെക്കിന് താഴെ ഇതുപോലെ ഒരേ ഡിസൈൻ തന്നെ പല കളറിലായിട്ട് 3 കളറിലായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ തന്നെ വരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന 3 കളറ് റെഡ്, മെറൂണ്, പിന്നെ നല്ല ലൈറ്റ് കളറിലുള്ള റെഡ്, ഇങ്ങനെ 3 കളറുള്ള ത്രെഡാണ് ഉപയോഗിക്കുന്നത്. നീഡിൽ മീഡിയം സൈസ് നീഡിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു റെഡ് കളറിൽ, അതായത് നല്ല ലൈറ്റല്ല റെഡ് കളറിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് കംപ്ലീറ്റ് ഒരു ഫ്ലവർ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത ഫ്ലവർ നമ്മൾ മറ്റൊരു കളറ് ത്രെഡ് കൊണ്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ മെറൂൺ കൊണ്ടാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത്.
ഇപ്പോൾ ഈ മെറൂൺ കളറിലെ ഫ്ലവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കളറിലെ ത്രെഡ് കൊണ്ട് മറ്റേ ഫ്ലവറും ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ 3 കളറിലെ ത്രെഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ യോക്കിൽ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ 3 കളേഴ്സിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ യോക്കിന് താഴേക്ക് പ്ലീറ്റ്സ് വെച്ചിട്ടാണ്. ഇതുപോലെ 2 സൈഡിലും ഞൊറികൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രസ്സ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്